السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. വേദിയിലുള്ളംഗത്തെ SKSM ചൊല്ലംഗത്തെ ഒരു മഹാസംഘടനയുടെ നേതാക്കന്മാരെ, അതേപോലെ ഈ ഒരു കാര്യക്രമത്തിൽ ദഅവ നടത്തുക ബന്ധത്തെ പണ്ഡിതന്മാരെ, അതേപോലെ ഈ ഒരു കാര്യക്രമത്തിക്ക് സാക്ഷിയാവുക ബന്ധത്തെ എല്ലാ ഹിരിയങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ ഒരു അനുഗ്രഹം കൊണ്ടിട്ടു അറബിക്കടലിന്റെ ഒരു തീരത്ത് വെച്ചിട്ട് ഈ ഒരു കാര്യക്രമത്തിന് നമുക്ക് സാക്ഷിയാവാൻ സാധ്യമായിട്ട്, ഈ ഒരു കാര്യക്രമത്തിന് നമുക്ക് സാക്ഷിയാവാൻ സാധ്യ ആയിട്ട് കണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നത്തെ വലിയ ഒരു അനുഗ്രഹമായിട്ടേക്കണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു കാര്യക്രമത്തിൽ ഭാഗ്യായ പ്രതിഫല നാലവന്റെ പാരത്രിക ജീവിതത്തിൽ ഉപയുക്തമാക്കുക അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. എൻ്റെ ഈ കാര്യക്രമം നടന്നുകൊണ്ടുള്ള ഈ ഒരു ജാഗ ഞങ്ങളെ റായത്തുള്ള ബംഗര ചൊല്ലുമ്പോത്തുകൂ ഒരു ആപത് ബാന്ധവന്മാരെ ഒരു ഏരിയ ചൊല്ല എല്ലാത്തുക്കും ജീമത്തിക്ക് ജീമ കൊടുക്കറെ ആൾമാരുള്ള ജാഗ ബംഗര ജാഗ ചെന്നിട്ട് ഞങ്ങൾക്കെല്ല ഞങ്ങളെ റായത്തുകള ഈ റായത്തെ ചിരപരിചിത. അങ്ങനെ ഈ ഒരു റായത്തിൽ വന്നിട്ട് എൻ്റെ നക്കൊരു മുണ്ടകു അവകാശം കിട്ടിയിട്ടുണ്ട് കണ്ടെങ്കിൽ അതൊരു വലിയ ഒരു ഭാഗ്യമായിട്ട് നബിയായിരിക്കണേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഈ റായത്തെ നന്റെ ശബ്ദ കേട്ടോണ്ടുള്ള അംഗത്തെ നമ്മുണ്ടിയോ പൽക്ക കേട്ടോണ്ടുള്ള അംഗത്തെ നന്റെ എല്ലാ ചങ്ങായിമാരെ, ഞങ്ങളെ ദൈനംദിന ജീവിതത്തില് സഭാപാതി നാല് ഞങ്ങൾ മൊബൈൽ പേനായിട്ട് ഖർച്ചാക്കിയോണ്ടുള്ള ചെലവാക്കിയോണ്ടുള്ള ആ മൊബൈലൊട്ടിಗೆ ചെലവാക്കണങ്കത്തെ സമയത്തിൽ ഒരു 5 മിനിറ്റ് മാത്രമേ നിങ്ങളിട്ട് നിങ്ങൾ കേട്ടോണ്ടുള്ളൂ. ഒരു ചില്ലറ ടൈം, ഒരു എണ്ണപ്പെട്ട ടൈം മാത്രമേ നിങ്ങളിട്ട് നിങ്ങൾ കേട്ടോണ്ടുള്ളേ. നിങ്ങളെ നല്ല മനസ്സ്, ആ മനസ്സ് നിങ്ങൾ തുറന്നു വെച്ചിട്ട് വിശാലമായ മനസ്സ് എങ്ങനെ നിങ്ങൾ ഒരു ആപത് ബാന്ധവമായിട്ട് ഈ റായത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടുള്ളറാ ആ മനസ്സിനെ നിങ്ങൾ ഇൻ്റെ ഈ വേദിക്ക് പേനായിട്ട് നിങ്ങൾ തുറന്നു വെച്ചിട്ട് കൂടെ ഞങ്ങളെ ദായിമാർ ഞങ്ങളെ ഈ സംഘടന വെക്കടങ്കത്തെ ആശയത്തെ ഒരു നല്ല മനസ്സ് കൊണ്ടിട്ട് സ്വീകരിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒരു പരിവർത്തനയുടെ ഭാഗം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളുക സാധ്യ ഉണ്ടുകൊണ്ട് കണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ സ്വീകരിക്കൊണ്ട് ചെന്നിട്ട് നിങ്ങളിട്ട് എല്ലാവരുടെ ഞാൻ ഒരു അഭ്യർത്ഥനാക്കിക്കൊണ്ടുള്ള ജീവനെ ചൊല്ലത് എല്ലാവർക്കും കഷ്ടമായിട്ടിരിക്കണം. ആർക്കും ജീവനം സുലഭമല്ല. പൈസത്തവന്റെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കുക അവന്റെ ജീവന നല്ല സുഖമായ ജീവിതമായിട്ടിരിക്കുന്നുണ്ട്. എല്ലാ സൗലത്തും എല്ലാ സൗകര്യവും വലിയ വലിയ VIP ഫെസിലിറ്റി ഉള്ളങ്കത്തെ ഒരു മനുഷ്യരെ കാണുമ്പോൾ ഞങ്ങളെ വിചാരിക്കുക നല്ല സൗകര്യമുള്ള ജീവിതത്തെ ആളായിട്ടിക്കുക ചെന്നിട്ട് ഞങ്ങൾ വിചാരിക്കുക. മാത്രം അവന്റെ ജീവിതത്തെ കഷ്ട, അവന്റെ ജീവിതത്തെ നഷ്ട, അവന്റെ ജീവിതത്തെ നൊമ്പല അതത് മനുഷ്യക്ക് മാത്രമേ ഗൊത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇനി വിചാരിക്കണേ വേണ്ട, അല്ലാഹു നന്റെ പാപത്തവനായിട്ട് സൃഷ്ടിച്ചിര നക്ക് മാത്ര കഷ്ട തന്നോണ്ടുള്ളേ, നക്ക് മാത്ര ಬೇಜಾರು തന്നോണ്ടുള്ളേ, നന്റെ ഔത്തുಳು മാത്ര രോഗ തന്നോണ്ടുള്ളേ, നന്റെ ഔത്തുಳು മാത്ര കുടുംബമായിട്ട് പ്രശ്ന തന്നോണ്ടുള്ളേ, നന്റെ മാത്ര കണ്ണട തണ്ണി ഒലിക്കൊണ്ടുള്ളേ ചെന്നിട്ട് ഞങ്ങളെ വിചാരിച്ചിട്ടിക്കുക. ഒരിക്കലും അങ്ങനല്ല. അല്ലാഹു സുബ്ഹാനഹു തആല കാരുണ്യത്തെ ഒരു വലിയ ഒരു മുതൽക്കൂട്ടായിട്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ഒരു കാരുണ്യക്കാട്ടെ വലിയ ഒരു കാരുണ്യത്തെ ആയിട്ട് മനുഷ്യ സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല തുറന്നു കാട്ടിനെ. അല്ലാഹു ഒരു കഷ്ടം നിങ്ങൾക്ക് തന്നിരാണ്ട് കണ്ടെങ്കിൽ ആ കഷ്ടത്തിന് ഒരു പരിഹാരം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തന്നിരാ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ തണ്ടാണ്ട് കണ്ടെങ്കിൽ
ആ നഷ്ടത്തിനും പരിഹാരം അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ജീവിതത്തിൽ തണ്ട ആ കഷ്ടത്തെ പരിഹാര ആ നഷ്ടത്തെ പരിഹാര ഓടെ ഉണ്ട് കണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലോ ഐക്യബേനായങ്കത്തെ പരിഹാരം ഉണ്ട്. അല്ലാണ്ട് ഈ ആധുനികമായ കാലഘട്ടത്തില് ഇണ്ട് കിട്ടിയോണ്ടുള്ളങ്കത്തെ സ്പോട്ട് സൊല്യൂഷൻ അല്ല ഞങ്ങളെ കഷ്ടത്തുക്കും ഞങ്ങളെ നഷ്ടത്തുക്കും ഞങ്ങളെ നൊമ്പലത്തുക്കും ഞങ്ങളെ ബേജാറുകും ഇല്ലങ്കത്തെ സൊല്യൂഷൻ അല്ലെ. ഏതെങ്കിലും ഒരു പൊടിയില, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചൊപ്പുല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തണ്ണില ഞങ്ങളെ ജീവിതത്തിലുള്ളങ്കത്തെ കഷ്ടത്തെ നഷ്ടത്തെ സൊല്യൂഷൻ അല്ലാഹു സുബ്ഹാനഹു തആല വെച്ചിട്ടില്ല. ഞങ്ങളെ ജീവിതത്തിൽ ബണ്ടങ്കത്തെ കഷ്ടത്തുക്കും നഷ്ടത്തുക്കും സൊല്യൂഷൻ അല്ലാഹു സുബ്ഹാനഹു തആല വിശാലമായി ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാട്ടിത്തന്നറ. അതായിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അതായിട്ട് പരിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വിശാലമായിട്ട് സമാധാനത്തെ അല്ലാഹു നിങ്ങൾക്ക് കാട്ടി തന്നോണ്ടുള്ള ആയെങ്ക ആ സമാധാനത്തെ തെരുളിന്റെ മുന്നോട്ട് പോണു ഞങ്ങൾ മനസ്സ് കാട്ടിയോണ്ടില്ല, ഞങ്ങൾ തയ്യാറായോണ്ടില്ല. കാരണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കേവല മുസ്ലിം നാമധാരിയായിട്ട് ഐഡന്റിറ്റി ആയിട്ട് കേവല ഒരു ആധാർ കാർഡിൽ മുസ്ലിമിനെ പേര് വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് ജീവിച്ചോണ്ടുള്ള ഞങ്ങളെ ജീവിത ശൈലി ഒരു മുസ്ലിമായ മനുഷ്യരുടെ ജീവിത ശൈലിയായിട്ട് ജീവിക്കുക ഞങ്ങൾ ആരും എന്റെ മനസ്സ് കാട്ടിയോണ്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾ ഇണ്ട് യാത്രയാക്കിയോണ്ടുള്ളങ്കത്തെ ഞങ്ങളെ ജേർണിയില് ഒരു ട്രാഫിക് പോലീസ് എതിർല് ഉള്ള ചൊല്ലങ്കത്തെ ഒരു സിഗ്നൽ ഞങ്ങൾക്ക് കിട്ടിയാണ്ട് കണ്ടെങ്കിൽ ട്രാഫിക് റൂൾസ് ഞങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് സീറ്റ് ബെൽറ്റ് എല്ലാം കറക്റ്റ് ആക്കിയിട്ട് ഡ്രൈവിംഗ് സീറ്റുള്ളെങ്കിൽ ഞങ്ങൾ പെർഫെക്റ്റ് ആയി വെച്ചിട്ട് മൊബൈൽ എല്ലാം സൈഡിലാക്കിയിട്ട് ബാക്കുള്ള അവർക്ക് വാർണിംഗ് കൊടുത്തിട്ടോ സൈഡിലുള്ള വന്നിട്ട് കറക്റ്റ് തെപ്പാട്ടിട്ട് ഞങ്ങൾ ജർണി ആക്കിട, ഞങ്ങൾ യാത്ര പോണ്ട. ഞങ്ങൾ ഒരു ജാഗ എടുക്കാണ്ട് കണ്ടെങ്കിൽ ആ ജാഗ എടുക്കുമ്പോഴത്തോ അതിലെ പേപ്പർ അതിലെ കാത്ത് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ചെക്കാക്കിട്ടായിട്ടിക്കേ ആ ജാഗ ഞങ്ങൾ എടുക്കേ ചൊന്നിട്ട് എടുത്തൽ പിന്നെ കുടുങ്ങോ തീര ചൊല്ലങ്കത്തെ ഒരു മുൻജാഗുരുക്കത്തെ ഞങ്ങൾ എപ്പോൾ ട്രൈ ആക്കിയോണ്ടുള്ള ഞങ്ങൾ റെഡി ആക്കിയോണ്ടുള്ള ആയെങ്ക ഞങ്ങളെ ജീവിതത്തിൽ ഒരു മുൻജാഗുരുക്കത്തെ ഉണ്ടോ. ഞങ്ങളെ ജീവിതത്തിൽ ഒരു കറക്റ്റായ പ്രീ പ്ലാൻ ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തന്നറ ആയെങ്ക ഞങ്ങൾ അതിരെ കെയർലെസ് ആക്കിയോണ്ടുള്ള. കാരണം അതിരെ ഫൈൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ട്രാഫിക് പോലീസിന്റെ ഫൈന് എപ്പം ഓർക്ക് ഞങ്ങൾക്ക് കിട്ടിയത്, അതുപോലെ ജാഗ എടുത്തിട്ട് എപ്പം ഓർക്ക് കുടുങ്ങിര, അതുകൊണ്ടായിട്ട് ഞങ്ങൾ അതിനെ പെർഫെക്റ്റ് ആക്കി പോയോണ്ടില്ലേ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. ജീവിതം അവർക്ക് അവസാനിച്ച് പോയിട്ട് കണ്ടെങ്കിൽ, ജീവിതം അവർക്ക് തീർന്നു പോയിട്ട് കണ്ടെങ്കിൽ പിന്നെ ഒരു ചാൻസ് ഓർക്കും തിരിച്ചു കിട്ടല. ഞങ്ങൾ വിചാരിച്ചിരമാ ഞങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മരണത്തിൽ ഒരുക്ക ഞങ്ങൾ മരിച്ചു പോയിട്ട് കണ്ടെങ്കിൽ ഇനി ഒരു ജീവിതത്തിൽ കടന്നു പറുവാ ചെന്നിട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ട് കണ്ടെങ്കിൽ ആ വിചാരിച്ച ഞങ്ങൾ ഡിലീറ്റ് ആക്കണം. അങ്ങനെ ഒരുക്കം ഇല്ല. ഞങ്ങൾ ഒരുക്കം മരണപ്പെട്ടാണ്ട് കണ്ടെങ്കിൽ ജീവിതത്താൻ തീന്ത് ഈ ദുനിയാവിടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വിഷയം എന്തുണ്ടാ ഈ ജീവിത ചൊല്ലത് വഞ്ചനയുടെ ജീവിതം ചെന്നിട്ടോ അള്ളാഹുടെ ഖുർആൻ വളരെ അള്ളാഹുടെ ഖുർആൻ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് ഈ ജീവന ഞങ്ങൾ ഇന്ന് ജീവിച്ചോണ്ടുള്ള എങ്ങനെ ആർഭാടമായിട്ട് ഐശ്വര്യമായിട്ട് ആനന്ദമായിട്ട് ലാവിഷായിട്ട് VIP ആയിട്ട് വലിയ വലിയ ബംഗ്ലാവ് കെട്ടിയിട്ട് സുന്ദരമായിട്ട് ആൽമാർക്ക് കാണുകോബേനായിട്ട് നല്ല നല്ല ഹൈ ക്വാളിറ്റി ഉള്ള മങ്ങില നടത്തിയുണ്ടോ അതുപോലെ ആൽമാർക്ക് കാണുകോബേനായിട്ട് നല്ല ചന്തത്തെ ഡ്രസ് ഇട്ടിട്ട് അതുപോലെ വേണ്ടാത്ത തരത്തിലുള്ള പ്രവർത്തനാക്കിയുണ്ടോ നല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടി തരാത്തങ്കത്തെ മുടി സ്റ്റൈലല്ല ഞങ്ങളെ മുടി സ്റ്റൈലാക്കിയുണ്ടോ ഇങ്ങനെ നല്ല റേസിംഗ് ബൈക്ക് എടുത്തിട്ട് റേസിംഗ് കാർ എടുത്തിട്ട് നല്ല ലാവിഷായിട്ട് ജീവനാക്കിയോണ്ടുള്ളങ്കത്തെ ഈ ജീവിതം ഉണ്ടല്ലേ ഇത് വഞ്ചനയുടെ ജീവിതം ചെന്നിട്ടോ അള്ളാഹുടെ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നേ ആയെങ്ക ഞങ്ങളും ആഗ്രഹിച്ചോണ്ടില്ലേ ഞങ്ങൾ കൊതിച്ചോണ്ടില്ലേ നാളെ എങ്ങനെ ഞങ്ങളെ ജീവിതത്തെ ഈ ജീവിത ദുനിയാവുടെ ജീവിതത്തെ സമ്പത്തെ എങ്ങനെ ബലിയാക്കണം ചെന്നിട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തോണ്ടില്ലേ അല്ലെ. ഇത് ഗൊന്തിന്നിട്ടും ഞങ്ങൾ പിന്നെ ഞങ്ങൾ കൊതിച്ചോണ്ടില്ലേ ഈ ദുനിയാവുടെ ജീവിതമായിട്ടിക്കേ ഞങ്ങൾ കൊതിച്ചോണ്ട് ഞങ്ങൾക്ക് അള്ളാഹുടെ ഖുർആൻ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് ചൊന്നു തന്നോണ്ടുണ്ടോ ഈ ദുനിയാവുടെ ജീവിത വഞ്ചനയുടെ ജീവിതമായിട്ടിക്കേ ഇത് ചതിര ലോകമായിട്ടിക്കേ മനുഷ്യ നിന്റെ ഈ ദുനിയാവ് ചതിക്കേ നിന്റെ ഈ ലോക ചതിക്കേ അതല്ലേ ഞങ്ങൾ കണ്ടോണ്ടില്ലേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്രയെത്ര ചതി എത്രയെത്ര വഞ്ചന ഈ ദുനിയാവിൽ ഞങ്ങൾ കണ്ടോണ്ടുള്ള അല്ലേ. മുസ്ലിം സമുദായത്തിന് ഏറ്റവും വലിയ മാരകമായിട്ട് ഇണ്ട് പടർന്ന് പന്തലിച്ചോണ്ടുള്ള ഒരു വിഷയമായിട്ട് ഡ്രഗ്സ് ഇത് മുസ്ലിം സമുദായത്തെ വലിയ ഒരു ബേജാറായിട്ട്
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഡ്രഗ്സ് ഇണ്ട് ഞങ്ങളെ സമുദായത്തിൽ ആക്യങ്കത്തെ ആപത്ര വിഷയത്തിൽ നാ ചൊല്ലോണ്ട് കണ്ടെങ്കിൽ ഒരു നാലല്ല 2-4 മൈക്ക് കെട്ടിയെങ്കും തീരാത്തങ്കത്തെ ആപത്ത് ഞങ്ങളെ സമുദായത്തില് ഈ ഡ്രഗ്സ് ചൊല്ലങ്കത്തെ മഹാമാരി ഞങ്ങളെ സമുദായത്തിൽ ആക്കി തന്നര് അല്ലേ? എത്ര ബാപ്പമാർ, എത്ര ഉമ്മമാർ ഇണ്ടൗത്ത് മൂലൽ വെച്ചിട്ട് മതിൽക്ക് ചാരിയോണ്ടോ പുൽപ്പിട്ടോണ്ടുള്ളങ്കത്തെ എത്ര ബാപ്പമാരുള്ളര്, എത്ര ഉമ്മമാരുള്ളര് അല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാത്രമാ പുൽപ്പിട്ടങ്കത്തെ ഉമ്മമാർ ബാപ്പമാർ മാത്രമല്ല, അല്ല 3 ഡ്രഗ്സ് അഡിക്റ്റ് ആയതിന്റെ പേരില് 6 അടി മണ്ണുക കബറുക ഇറക്കി വെക്കണങ്കത്തെ അബ്ബമാരെ മൃതശരീരം പോലും നിങ്ങൾക്ക് കാണേണ്ട ഒരവസ്ഥ ഇന്ന് മുസ്ലിം സമുദായത്തിൽ കാണേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരേ കുടുംബത്തിലെ 5 പച്ചക്ക് കൊത്തി വലിച്ചെറിഞ്ഞത്തെ ചരിത്ര നിങ്ങൾക്ക് ഞങ്ങളെ ഈ കർണാടകത്തിലും കേരളത്തിലുമായിട്ട് നിങ്ങൾക്ക് ഓതുക സാധ്യമായിട്ട്, കേൾക്കുക സാധ്യമായിട്ട്, നോക്കുക സാധ്യമായിട്ട്. ഡ്രഗ്സ് ചൊല്ലത് 10 വർഷം മുന്നല്ലോ കേവലം ഒരു മദ്യപാന മാത്രമായിട്ട് നിന്നോണ്ടിന്നത്തെ ഡ്രഗ്സ് ലഹരി പദാർത്ഥ ഇണ്ട് പൊടിയുടെ രൂപത്തിലും ചൊപ്പുടെ രൂപത്തിലുമായിട്ട് ഏതാ ഒരു മാംഗ്ലൂരിൽ മാത്രം ഇന്ന് കണ്ടോണ്ടിന്നത്തെ ചില ഡ്രഗ്സ് അല്ല. ഞങ്ങളെ രാജ്യത്തിലല്ല, മാംഗ്ലൂരിൽ ഡ്രഗ്സിലെ കേസ് പിടിച്ചാറുള്ള, മാംഗ്ലൂരിൽ 3 പെണ്ണുങ്ങളെ പിടിച്ചാറുള്ള, 5 ആണുങ്ങളെ പിടിച്ചാറുള്ള ചൊല്ലങ്കത്തെ ന്യൂസ് വാർത്ത 2-3 വർഷത്തെ മുന്നോട്ട് ചൊന്നോണ്ടിന്നാർ ഇണ്ട്. അതെല്ലാം തീന്തി ആ വാർത്തകൾ അവസാനം കൊടുത്തിട്ടോ നിങ്ങൾ ഔത്തിലോ ഡ്രഗ്സ് ഉണ്ടോ, നിങ്ങളെ മോന് ഡ്രഗ്സ് അഡിക്ഷൻ ആയോണ്ടുള്ള, നിങ്ങളെ മോന് ഡ്രഗ്സ് എടുക്കാണ്ട് ജീവനം മുന്നോട്ടെടുത്തു പോണെങ്കിൽ സാധ്യയില്ല ചൊല്ലങ്കത്തെ വാർത്ത പോലും ഉണ്ട്. ദീനിയായി നടക്കണങ്കത്തെ അബ്ബക്ക് കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഒരു ഉമ്മക്ക് കേൾക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ബാലക്കാരെ, നിങ്ങൾക്ക് എന്തേ ഇങ്ങനെ ഞങ്ങളെ സമുദായത്തിൽ എന്തേ ഇങ്ങനെ ഒരു പരിസ്ഥിതി പറയുക കാരണം ചിന്തിച്ചോണ്ടില്ല. ഞങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1500 വർഷത്തിന് മുന്നല്ലോ പ്രവാചകനായിട്ട് നിയുക്തമായിട്ട് ഏത് കാലഘട്ടത്തിൽ കൊണ്ടുണ്ട ഡാർക്ക് ഏജ് ചൊല്ലിട്ട് അറിയപ്പെട്ട ഒരു രായത്തുകായിട്ട് ഞങ്ങളെ മുത്തുനബി പ്രവാചകനായിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കർത്തരെ ആ രായത്തുക മുഹമ്മദ് നബി പ്രവാചകനായിട്ട് നിയുക്തമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രായത്തങ്ങളിട്ടിಗೆ നിങ്ങൾ നിസ്കരിക്കറോ, നിങ്ങൾ സകാത്ത് കൊടുത്തറോ, നിങ്ങൾ നോമ്പ് നോക്കറോ, നിങ്ങൾ നല്ല നല്ല സ്വറാക്കറോ ചൊന്നിട്ടുള്ളങ്കത്തെ ദഅവത്തല്ല. ആ രായത്തെ ആൽമാരട്ടിക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നങ്കത്തെ രായ ചില്ലറ ചെറിയ ചെറിയ വിഷയത്തെ വലിയ വലിയ യുദ്ധം നടത്തിയോണ്ടിന്നങ്കത്തെ ഒരു തലമാറുകായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായിട്ട് വന്നേ. മാത്രമല്ല, കല്ലും കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും ഇന്നത്തെ പോലത്തെ ലഹരിയല്ല, അണ്ടത്തെ ലഹരി ബഹള വ്യക്തമായിട്ടുള്ളങ്കത്തെ നല്ല നാടൻ ലഹരിയായിട്ടിന്റെ അണ്ട് അറേബ്യൻ കാലഘട്ടത്തിൽ കിട്ടിയോണ്ടിന്നെ. ആ കാലഘട്ടത്തില് എല്ലാം വലിയ വലിയ ഞങ്ങളെ ജീവിതമായി ചെന്നിട്ടോ അണ്ടത്തെ ആ ലഹരി പദാർത്ഥം ഉപയോഗിച്ചങ്കത്തെ ആൽമാർ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഞങ്ങൾ മറിച്ച് കിടന്നുണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ കബൂറിന്റെ മേൽ ഈ മുന്തിരിങ്ങയുടെ ബല്ലിടെ നിങ്ങൾ നട്ടിട്ട് ഞങ്ങളൊട്ടിಗೆ നിങ്ങൾ നല്ല നിലക്കുള്ളങ്കത്തെ ആദരവ് കാട്ടുന്നു ചെന്നിട്ടോ കഞ്ചാവിനൊട്ടിಗೆ മയക്കുമരുന്നിനൊട്ടിಗೆ ലഹരിയൊട്ടിಗೆ തിരിച്ച കാട്ടുകൊണ്ടിരുന്നങ്കത്തെ ഒരു തലമുറ ആയിട്ടിന്റെ ഒരു സമുദായ ആയിട്ടിന്റെ 1500 വർഷത്തിന് മുമ്പ് അണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തമായ കാലഘട്ടത്തില് അണ്ട് നടന്നുകൊണ്ടിരുന്നേ. ആ സമുദായത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദലാവണയുടെ വലിയ ഒരു വിഷയത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അണ്ട് കൊണ്ടുവന്നത് എങ്ങനെ ചൊന്നേണ്ട് കണ്ടെങ്കിൽ യുദ്ധാക്കിയിട്ടല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങക്ക് ഓഫർ കൊടുത്തിട്ടല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങലൊട്ടിಗೆ അങ്ങക്ക് എന്തെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ടല്ല. മറിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങലെ ഹൃദയത്തിക്ക് ബദലാവണയുടെ കൊണ്ടുവന്ന് അല്ലാഹുടെ പരിചയപ്പെടുത്തിയിട്ടായിട്ടിക്കരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പരിചയപ്പെടുത്തിയിട്ടായിട്ടിക്കരെ. എങ്ങനെയുള്ള അല്ലാഹു ആയിട്ടിക്കര ഞങ്ങളെ സൃഷ്ടിച്ചിര, നിങ്ങൾക്ക് വേണയങ്കത്തെ സൗകര്യ തന്നറ, നിങ്ങൾക്ക് വേണയങ്കത്തെ സൗലത്ത് തന്നോണ്ടുള്ള ഞങ്ങളെ ഒരു നാൾ കച്ചവടത്തേക്ക് പോയില്ലെങ്കിൽ ഞങ്ങളെ കാത്ത് ഞങ്ങൾക്ക് തണ്ടങ്കത്തെ കാത്ത് അല്ലാഹു ഞങ്ങൾക്ക് നിപ്പാട്ടി വെച്ചോണ്ടില്ല. ഞങ്ങൾ ഒരു നാൾ
സ്വർത്തക്ക് പോയില്ലെങ്കിൽ ഞങ്ങളെ തണ്ണി അള്ളാഹു ഞങ്ങൾക്ക് നിപ്പാട്ടി വെച്ചോണ്ടില്ല. അള്ളാഹ് ഞങ്ങൾ ഒരു നാള് ഡ്രഗ്സ് എടുത്തതിന്റെ പേരില് ഞങ്ങൾക്ക് ഒരു നാളത്തും ആഹാര അള്ളാഹു ഞങ്ങൾക്ക് നിപ്പാട്ടി വെച്ചോണ്ടില്ല. ഞങ്ങൾ എത്ര ഉപദ്രവാക്കിയെങ്കും ഞങ്ങൾ എത്ര ദ്രോഹാക്കിയെങ്കും ഞങ്ങൾ അള്ളാഹുടെ എത്ര മറന്നെങ്കും അള്ളാഹു ഞങ്ങളെ മറന്നോണ്ടില്ല. ഞങ്ങൾക്ക് കാരുണ്യ കാട്ടിയോണ്ടില്ല, ഞങ്ങൾക്ക് സൗകര്യം തന്നോണ്ടില്ല, ഞങ്ങൾക്ക് സബലത്ത് തന്നോണ്ടില്ല, ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള വ്യവസ്ഥ അള്ളാഹു ഞങ്ങൾക്ക് ആക്കി തന്നോണ്ടില്ല. എന്റെ മനുഷ്യ, ആ അള്ളാഹു നിക്ക് വേണ്ടേ ആ അള്ളാഹരെ മുട്ട പോടുക നിക്കണ്ടേ ടൈം ആയിട്ടില്ലേ? ആ അള്ളാഹരെ മനസ്സിലാക്കുക നിക്കണ്ടേ ഇനിയും ടൈം ആയിട്ടില്ലേ? ചൊല്ലങ്കത്തെ സന്ദേശമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളെ ആരാധനയുടെ വിഷയത്തില് നിങ്ങളെ റബ്ബുനെ നിങ്ങൾ മനസ്സിലാക്കറോ. ആ റബ്ബുടെ ആയിട്ട് നിങ്ങൾ ആരാധിക്കണായേ, ആ റബ്ബുടെ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണായേ, ആ റബ്ബുടെ ആയിട്ട് നിങ്ങളെ ജീവിതത്തില് നിങ്ങൾ മുന്നോട്ടെടുത്ത് പോണായേ ചെന്നുള്ളങ്കത്തെ സന്ദേശായിട്ടിക്കറ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായത്തിൽ കൊടുത്തേ. മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുന്തുല്ലങ്കത്തെ ഒരു സ്റ്റോറി ഉണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്റ്റോറി വലിയ ഒരു സ്റ്റോറി ആയിട്ടിക്കറ്. 1500 വർഷത്തിന് മുമ്പ് നടന്നങ്കത്തെ ഒരു ഹിസ്റ്ററി, ഒരു ചരിത്ര ഇണ്ട് 2025 ഇണ്ട് നങ്ങും ആ ഒരു സുഹാബിയുടെ ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ ഇന്ന് ഞങ്ങൾ കൊതിച്ചോണ്ടുള്ള അല്ലേ വലിയ ഒരു അത്ഭുതത്തെ ചരിത്രമായിട്ടിക്കടെ ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചൊല്ലങ്കത്തത് ആരായിട്ടിക്കുന്ന ഉമർ കാട്ടാല ചൊല്ലങ്കത്തെ പേരിലായിട്ടിക്കട ഉമറെ വിളിച്ചോണ്ടിരുന്നേ. അറേബ്യൻ ആൽമാർ ചെന്നിട്ട് കണ്ടെങ്കിൽ അത്രയും ക്രൂരമായ ഒരു വ്യക്തിയായിട്ട് എന്താക്കും മടിയില്ലാത്ത എന്താക്കും പെരുകു നോക്കാത്തക്കത്തെ ഒരു വ്യക്തിയായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആർക്കും വേണ്ടാത്തക്കത്തെ പണിയെടുക്കും മടിയില്ലാത്തക്കത്തെ ഒരു വ്യക്തിയായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമറായിട്ടിക്കടെ പിന്നെ റളിയല്ലാഹു അൻഹുവോടെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അണ്ട് അറേബ്യയുടെ ആൽമാർ ചൊന്നോണ്ടിന്നുള്ള ഖത്താബിന്റെ ഔത്തെ കത്ത് ഇസ്ലാം സ്വീകരിച്ചെങ്കും ഖത്താബിന്റെ മോൻ ഉമർ അവൻ ഇസ്ലാം സ്വീകരിക്കുക സാധ്യമല്ല. ചൊന്നുണ്ട് കണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു അത്തരം മോശമായ ജീവിതത്തെ ഒരു ആളായിട്ട് ജീവനാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ട് മുഹമ്മദ് നബിയെ കൊല്ലുക ഭർത്തായത്തെ ഒരു വ്യക്തി 100 ആടുക പേനായിട്ട് മുഹമ്മദിന് തലനാടെടുത്ത ബണ്ട ചെന്നിട്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുക പോയ ഒരു വ്യക്തിയായിട്ട് ഇണ്ട് ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾക്കെല്ലാം റോൾ മോഡൽ ആയിട്ടിക്കടെ, ഞങ്ങൾക്കെല്ലാം അഭിമാനമായിട്ടിക്കടെ. ഞങ്ങളെ ജീവിതം എങ്ങനെ ആവണോ ചെന്നിട്ട് ഞങ്ങൾ ആരും കൊതിക്കാണ്ട് കണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ പോലെ ജീവിതം നന്റെ ജീവിതം ആവണോ ചൊല്ലങ്കത്തെ തീരുമാനത്തിക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങൾ വരണോ, ഞങ്ങൾ പഠിക്കണോ, ചരിത്രം പഠിക്കണോ, ഇസ്ലാമികമായ വെളിച്ചത്തിക്ക് ഞങ്ങൾ വരണോ. അല്ലാണ്ട് കേവലം മൊബൈൽ തോണ്ടിയോണ്ട് ജീവിതത്തെ ഞങ്ങൾ എന്നെ തീർക്കട ആൽമാറായിട്ട് ഞങ്ങൾ തീരാ അങ്ങാടിയുടെ തെരുവിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കട്ടട മൂലയിൽ വെച്ചിട്ട് ആരെങ്കിലും എണ്ണിയോട്ടും ആരെങ്കിലും ദൂരിയോട്ടുമുള്ള ജീവിതത്തെ ആൽമാറായിട്ടല്ല നിങ്ങൾ തീരണായേ. ബദലായിട്ട് ഞങ്ങ ഇസ്ലാമിനെ കുറിച്ചിട്ട് പിന്നൊരുത്തക്ക് ചൊന്നുകൊടുത്തിട്ടും മാതൃകമായ ഒരാളായിട്ടായിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങളെല്ലാരും അറിയണായേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഒരു നല്ല ആളായിട്ട് ഞങ്ങൾ ജീവനാക്കിയിട്ടുള്ള നിങ്ങളെ ജീവിതത്തിലെ ഒരു നല്ല ജീവന ഒരു നല്ല വ്യക്തിയായിട്ടുള്ള ഒരു ജീവന നടത്തുക നിങ്ങൾക്ക് സാധിച്ചോണ്ടുണ്ടാ ചെന്നിട്ടോ ആത്മാർത്ഥമായിട്ട് ഞങ്ങളെല്ലാരും ക്വസ്റ്റ്യൻ ആക്കണോ. കാരണം ഇത് ക്വസ്റ്റ്യൻ ആക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമായിട്ടിക്കട്. ഈ ദുനിയാവിടെ ജീവിതം മാത്രമല്ല നഷ്ടാവിടെ, നാളത്തെ പാരത്രിക ജീവിതവും ഞങ്ങൾക്ക് നഷ്ടാവിടൂ. ഞങ്ങളെ സില്ലിയായിട്ട് എടുക്കണ്ട, കെയർലെസ് ആയിട്ട് എടുക്കണ്ട. മരിച്ചതോട് കൂടിയിട്ട് മരണത്തോട് കൂടിയിട്ട് ഈ ജീവിതം അവസാനിക്കുന്നൊന്നും നിങ്ങൾ വിചാരിച്ചു തരാ ഇല്ല. അങ്ങനെ അവർക്കും സംഭവിക്കില്ല. ഈ മരണത്തോട് കൂടിയിട്ട് ഈ ദുനിയാവിടെ മരണത്തോട് കൂടിയിട്ടായിട്ട് യഥാർത്ഥമായി ജീവിതം നിങ്ങൾക്ക് കിട്ടുക പോണ്ടേ. ആ ജീവിതത്തിൽ നിങ്ങൾ സാക്ഷിയാവണോ. പാരത്രിക ചൊല്ലങ്കത്തെ പാരത്രിക ചൊല്ലങ്കത്തെ ഒരു ദുനിയാവുക നിങ്ങൾ സാക്ഷിയാവണം കൊണ്ടു. അവിടെ സൂര്യ ഞങ്ങളെ തലയുടെ ഒരു ചാന മുകളിൽ വന്നിട്ട് നിക്കൊണ്ടു. അവിടെ ഞങ്ങളെല്ലാരും ഞങ്ങളെ ബേർപ്പ് കൊണ്ടിട്ടോ കൽത്തുതോലം മുങ്ങി നിൽക്കൊണ്ടു. അവിടെ എണ്ണി 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 കണക്ക് ചൊല്ലണോ. ഒരു നേരത്തെ ഒരു നാളുടെ ഒരു ഗണ്ടയുടെ ഒരു സെക്കൻഡ് ഒരു മിനിറ്റിന്റെ കണക്കും അള്ളാഹു ബുടല അള്ളാഹു കേക്കറ. അതുകൊണ്ടിട്ടോ
പരിശുദ്ധ സഹോദരന്മാരെ, നിങ്ങൾ ഇനി ആരും വിചാരിച്ചിരണ്ട ഞങ്ങളെ ജീവിതം ഈ ദുനിയാവിൽ തീർന്നു പോകേണ്ടത് ചെന്നിട്ടോ. അങ്ങനെ വിചാരിച്ചിരണ്ട. അങ്ങനെ ഒരിക്കലുമല്ല. പാരത്രിക ജീവിതത്തിൽ നിങ്ങൾ സാക്ഷിയാവുന്നുണ്ടു ചൊല്ലങ്കത്തെ എച്ചരിക്ക ഞങ്ങളെ ഹൃദയത്തിൽ എപ്പം ഞങ്ങൾ കൊടുത്തോണ്ട് വേണോ. കാരണം ഞങ്ങളെ ഹൃദയ എപ്പം ഓരോ സെക്കൻഡും ചേഞ്ച് ആയിട്ടുണ്ടോ അല്ലെ. ഇണ്ട് ഈ ബംഗറിൽ വന്ന് ദയിക്കുമ്പോത്തുകോ പൊലയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഞങ്ങളെ മനസ്സ് തെല്ലപ്പുറ പോയോണ്ടിരിക്കുമ്പോത്തുകോ അവിടെ ഒരു പാർക്കുണ്ടോ, അത് കാണുമ്പോൾ ഞങ്ങളെ മനസ്സ് കൊതിക്കട്. തെല്ലപ്പുറ പോകുമ്പോ ഒരു മൈതാനം ഉണ്ടോ, അത് നോക്കിയിട്ട് ഞങ്ങളെ മനസ്സ് കൊതിക്കട്. ഇങ്ങനെ ചേഞ്ച് ആയോണ്ടിരിക്കണ മനസ്സായിട്ടിരിക്കണ ഞങ്ങളെ മനസ്സ്, ഈ മനസ്സിനെ ഉടമസ്ഥന്മാരായിട്ടിരിക്കണ ഞങ്ങൾ ഓരോരുത്തരും ഈ മനസ്സിനെ കൺട്രോൾ ആക്കിക്കൊണ്ടിരിക്കണവനായിട്ടിരിക്കണ റബ്ബോ, ഈ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണവനായിട്ടിരിക്കണ റബ്ബോ മറക്കണ്ട. അതുകൊണ്ടായിട്ടിരിക്കുന്ന പരിശുദ്ധ സഹോദരന്മാരെ, ഞങ്ങളെ മനസ്സ് എച്ചരിക്കടെ കണ്ട് എപ്പം കൊടുത്തോണ്ട് വേണോ. മനസ്സ് തപ്പുക തീരാ, മനസ്സിന്റെ ബാലൻസ് തപ്പുക തീരാ. മനസ്സിന്റെ ബാലൻസ് തപ്പിയങ്കായിട്ടിരിക്കുന്ന ഡിപ്രഷനുക്ക് പോണ്ടേ, അപ്പായിട്ടിരിക്കുന്ന ഡ്രഗ്സ് തേടേ, അപ്പായിട്ടിരിക്കുന്ന ഗാഞ്ച തേടേ. ആ ഗാഞ്ച കൊണ്ടിട്ട് ലൈഫ് ലോങ് സുഖമായിട്ട് ജീവിക്കാൻ ചെന്നിട്ട് ആരെങ്കിലും വിചാരിച്ചിരാ? ഇല്ല ഇല്ല. കേവലം ഒരു സെക്കൻഡ്, ആ സെക്കൻഡ് തീർന്നാൽ പിന്നെ പിന്നെ മോണുക വേണോ, പിന്നെ മോണുക വേണോ. ആ സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ പിന്നം വേണോ വേണോ വേണോ. അവനുക്ക് ഇതെടുക്കുക പിന്നെ അവനിട്ട് ഫൈനാൻഷ്യൽ ആയിട്ട് അവന്റെ കയ്യിലൊന്നും ഇല്ല. പിന്നെന്താക്കടാ, അബ്ബരെ പർസ് കക്കുക തുടങ്ങടാ. ഉമ്മ നയിച്ച് ആക്കി വെച്ചങ്കത്തെ പൈസത്തെ കക്കുക തുടങ്ങടാ. കക്കട മാത്രല്ല, ഉമ്മ ലാസ്റ്റ് കൊടുക്കാണ്ട് ഒനിപ്പാട്ടി ബൈക്കുക തുടങ്ങടേ. ഒനിപ്പാട്ടി വെച്ചിട്ട് ഉമ്മക്ക് പിന്നെ ഒനിപ്പാട്ടി ബൈക്കുക ജാഗയില്ല ചെന്നിട്ടോ ഉമ്മയുടെ കയ്യിൽ ഉമ്മ ഭദ്രമാക്കിട്ട് വെച്ചപ്പ ഉമ്മ കൊടുക്കാത്ത നാരത്തില് ഉമ്മയുടെ കൽത്തുക്ക് കത്തി വെക്കടങ്കത്തെ ഒരു ഗതികെട്ട പൊട്ടങ്ക ഗതികേട് പിടിച്ചങ്കത്തെ ഒരവസ്ഥക്ക് ആ പാലക്കാർ ലീഡർ, ആ ചെറുപ്പക്കാർ ലീഡർ മാത്രല്ല, ബാലക്കാർ മാത്രല്ല, പെൺമക്കം മിഞ്ഞോണ്ടുള്ളങ്കത്തെ ഒരു ദയനീയമായ അവസ്ഥ ഇത് തങ്ങളുടെ സമുദായത്തിലുണ്ടോ. പരിശുദ്ധ സഹോദരന്മാരെ, അബ്ബ ഉമ്മടെ ബേജാറാക്കിയിട്ട് അബ്ബ ഉമ്മടെ കൊന്നിട്ടു നിങ്ങൾ ജീവിതത്തെ നല്ല രീതിയിൽ ജീവിക്കാൻ ചെന്നിട്ട് ആരെങ്കിലും വിചാരിച്ചിരാ? അബ്ബ ഉമ്മടെ മനസ്സ് ബേജാറാക്കിയിട്ട് ഈ ജീവിതത്തെ നല്ല രീതിയിൽ ജീവനാക്കുക സാധ്യമുണ്ടോ ചെന്ന് നിങ്ങൾ വിചാരിച്ചിരാ? ഇല്ല, സാധ്യമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരായിട്ടിക്കറ ഉമ്മ, ആരായിട്ടിക്കറ അബ്ബ ഖുർആൻ ചൊന്നില്ലേ, ഉമ്മ ആ ഉമ്മ നിന്റെ നൊമ്പലത്തെ മേൽ നൊമ്പൽ സഹിച്ചിട്ട് കഷ്ടത്തെ മേൽ കഷ്ട സഹിച്ചിട്ട് എല്ലാ ബേജാറും ഒതുക്കി വെച്ചിട്ട് എല്ലാ നൊമ്പലത്തും ഒതുക്കി വെച്ചിട്ട് എല്ലാ കഷ്ടത്തെ ഒതുക്കി വെച്ചിട്ട് നന്റെ മോണ് ചൊന്നിട്ടോ നിങ്ങളുടെ ആ മധ്യഭാഗത്തേക്ക് തല താഴ്ത്തിട്ട് നന്റെ മോണുകോ ഒരു ഉപദ്രവം ഏൽക്കോ തീരാ, നന്റെ മോണൊരു കഷ്ടം അനുഭവിക്കുക തീരാ ചൊന്നിട്ടോ ഒരു ഉമ്മ നിങ്ങളെ ബൽത്തിറ് മുഞ്ഞാണ്ട് ബില്യാസ പല്ലിഞ്ചി പോകുമ്പോത്തുകോ നന്റെ ഉത്തോറ് ഉമ്മ തെച്ചോണ്ടുണ്ടു. ബില്യാസ് രണ്ട് മുഞ്ഞാണിന്റെ ബില്യാസ പല്ലിഞ്ഞോണ്ട് പോകുമ്പോത്തുകോ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ ഒരു ഉമ്മ തെച്ചിട്ടുണ്ടോ? ഞങ്ങളെല്ലാരും പള്ളി പോയിട്ട് വന്നിട്ട് ആ ഉമ്മടെ നോക്കിയിട്ട് ബായിലെടുത്ത് ഉൾഗ പോയിട്ട് ഡൈനിങ് ഹാളിൽ ആ ഉമ്മ ബന്ത് ചോറിനോട്ട് ബിസിയാക്കിയിട്ട് നന്റെ ബാപ്പക്ക് എടുത്ത് എന്താ നിങ്ങൾ ബന്ന ഉദ്ദേശം എന്തിനൊക്കെ എടുത്ത് ആ ഉമ്മ ചൊന്തു ഇന്നലത്തെ കാര്യക്രമത്തിൽ നിനക്ക് ബർണുകയില്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് ബന്നെ ചൊന്നിട്ടു. ആ ഉമ്മ ചൊന്തു. അപ്പൊ എന്തേ ബർണു ഇന്നലെ എന്തേ ബറാത്തെ ചൊന്നിട്ടു ആ വിഷയത്തെ ആ ബാപ്പ എന്റെ ബാപ്പ കേട്ടിട്ടാകുമ്പോത്തുകോ ആ ഉമ്മ ചൊന്തു നാണ് 3 തിങ്കളിൽ പിറ സ്റ്റേഷന് പോയോണ്ടില്ലേ, 3 തിങ്കളിൽ മേരി ഞാൻ സ്റ്റേഷന് പോയോണ്ടും പോലീസ് നന്റെ ഔത്തുക്ക് വന്നോണ്ടുണ്ടു. അപ്പൊ എന്റെ വിഷയം എന്തേ? നന്റെ ഔത്തുക്ക് നന്റെ മോണ് ഭാരി ഉപദ്രാക്കണേ, നന്റെ ഔത്ത് എല്ലാ കണ്ടിയുടെ ഗ്ലാസ് ഒടിച്ച് വെച്ചിട, സീറ്റുക്ക് കല്ലെറി ഔത്ത് ഉൾഗ വന്നിട്ട് പെൺമക്ക അടിക്കര്. അപ്പൊ ബാപ്പക്ക് എടുത്ത് എന്തേ അവനക്ക് പിരാന്താക്ക് എടുത്ത് വേറെന്ത് കേൾക്കണക്കത്തെ ഓപ്ഷൻ ഇല്ല. ഔത്ത് ഉൾഗതിച്ചിട്ടുള്ളങ്കത്തെ പെൺമക്ക അടിച്ചിട്ട് ഔത്തെ ഗ്ലാസ് പൊട്ടിട്ട് സീറ്റുക്ക് കല്ലെറിഞ്ഞ ചൊല്ലങ്കത്തെ ഒരു അവസ്ഥ. വലിയ വയസ്സല്ല, 25-26 വയസ്സുള്ളങ്കത്തെ ബാലക്കാര. ആ ഉമ്മ അങ്ങനെ ഈ ചെറുക്കടെ അവസ്ഥ സതിക്കുക വാണ്ട് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടോ പോലീസ് ಬಂದಾರಲ್ಲ, പോലീസ് ಬಂದಿട്ട് ಇದರ ವಿಷಯത്തിൽ കേട്ടറ്. അപ്പൊ അവന് ചൊല്ലേ നന്റെ ഔത്തുകു അയ്മടെ പുല്ല് കല്ലെറിഞ്ഞ അങ്ങനെ നക്ക് നന്റെ ഔത്തെ ഗ്ലാസ് പൊട്ടിത്ത് അങ്ങനെ നാണ് അയ്മടെ ഔത്തെ ഗ്ലാസ് പൊളിച്ച ചൊന്നിട്ട് അവന് ന്യായ ചൊല്ലി. 8 ചെറുക്ക ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുമ്പോ ബാറ്റിൽ കല്ലടിച്ചത് അവന്റെ ഔത്തെ ഗ്ലാസ് ಬಂದது കൊണ്ട് വലിയ ഒരു റീസൺ മാത്രല്ല. ആ ഉമ്മ കംപ്ലൈന്റ് ചൊന്നിട്ടു പോലീസ് ചൊന്നറല FIR ആക്കി നിന്റെ വിളിച്ചു പോകണ്ട അങ്ങാൻ. ആ ഉമ്മ ചൊന്നൂല വേണ്ട നിങ്ങൾ പേടിപ്പാടി പുട്ടിങ് മെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പ ആ ഉമ്മരട്ടിಗೆ നിങ്ങൾ FIR ആക്കി അവന്റെ വിളിച്ചു പോകണ്ട ചൊന്നിട്ടു
ആ പോലീസുമാർ ചെന്നോറല. അപ്പൊ ഈ ഉമ്മ ചൊന്തുല, ഈ ഉമ്മ പോലീസുമാരൊട്ടിಗೆ ചൊല്ലേത് ഞങ്ങൾ ഔത്തുಲು ചൊല്ലേ ഒരു ഫീലിങ്സിലെ ഒരു ഭയങ്കരമായ ബേജാറിലായിട്ട് ഉമ്മ ചൊല്ലേ. ഇല്ല അമ്മി ഞാൻ ചൊന്നല്ല, വേണ്ട വേണ്ട അങ്ങനെയുള്ള ആക്കണ്ട. എന്റെ ബാപ്പറെ ചൊല്ലി, ഇല്ല അമ്മി ഞാൻ അങ്ങനെ ചൊന്നേ, അങ്ങനെ ആക്കറ വേണ്ട. അവിടെ പേടി പഠിപ്പിക്കു മാത്രം ഞാൻ ചൊന്നേ. നോക്കൂ, ഒരു ഔത്തുക കല്ലെറിഞ്ഞിട്ട് ഉപദ്രാക്കിയിട്ടും ആ മോണ്ടൊട്ടിಗೆ ഉമ്മക്ക് പിർസ ആ ഉമ്മക്ക് പോയിട്ടില്ലേ. ഇതായിട്ടിക്കറ് ഉമ്മ ചൊല്ലിയത്. അതുകൊണ്ടായിട്ടിക്കറ് ആരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പിർസാക്കൊണ്ട് ചെന്നിട്ട് നബി 3 പൊട്ട കേട്ടപ്പം ഉമ്മ 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 ചൊന്നേ. അതൊരു ചില്ലറ പൽക്കല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഈ ഉമ്മ ചൊല്ലങ്കത്തത് വലിയ ഒരു മഹാഭാഗ്യമായിട്ടിക്കടെ. അതെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇക്കുമ്പൊത്തുക അനുഭവം എടുക്കണം. അത് നഷ്ടപ്പെട്ടെങ്കിൽ ആ അനുഭവം ഞങ്ങൾക്ക് കിട്ടില്ല അല്ലേ. ഒരു വിദേശത്തിലോട് നടന്നങ്കത്തെ ഉമ്മകബേനായിട്ട് നടന്നങ്കത്തെ ഒരു കോർട്ടു വാഗ്വാദ ഞങ്ങൾക്ക് ഗൊന്തുണ്ടു. എല്ലാവർക്കും ഗൊന്തുല്ലങ്കത്തെ വിഷയ ഒരു ഉമ്മയുടെ നോക്കയുടെ വിഷയത്തിൽ. അതായത് 100 വയസ്സുല്ലങ്കത്തെ ഒരു ഉമ്മ, ആ ഉമ്മയുടെ നോക്കയുടെ വിഷയത്തില് ചർച്ച. 40 വർഷ ആ ഉമ്മയുടെ വലിയ മോൺ ആ ഉമ്മയുടെ നോക്കിയ, ചെറിയ മോന്റെ ആഗ്രഹ 40 വർഷം നീ നോക്കിയ, ഇനി നക്ക് കൊറിയ വർഷം നോക്കുക എന്റെ ഉമ്മയുടെ നീ നക്ക് ബുട്ട് തറന്നു. വലിയ മോണും ഒത്തുല്ലാണ്ടാകുമ്പോഴത്തേക്കു വിഷയ കോർട്ടുಗೆತ್ತಿട്ട് ജഡ്ജി വിഷയത്തെ ഹിയറിംഗ് ആക്കുക ಬಿಲ್ಚಿಟ್ಟಾಗ್ಮೊತ್ತಿಗೆ ಅಂದ್ರೆ ವಿಷಯಕ್ಕೆ എടുത്തു. ചെറിയ മോണിയുടെ പരവായിട്ട് വക്കീൽ ചൊന്തു 40 വർഷ ആ ഉമ്മയുടെ വലിയ മോൺ നോക്കിക്കൊണ്ടുള്ള ഇനി കൊറിയ ദിവസ നോക്കൂ ഈ ചെറിയ മോണിಗೆ അവസരം കൊടുಕೊಂಡು ചെന്നിട്ടില്ല വിഷയത്തെ ആയിട്ടേക്ക് ആ വക്കീല പ്രസ്താവാക്കി. അങ്ങനെ എല്ലാം ആയിട്ട് വാദപ്രതിവാദം എല്ലാം ആയിട്ടല്ല പിന്നെ ജഡ്ജ് ഉമ്മരട്ടിക്ക് കേടുത്തുല. ഉമ്മ നിങ്ങൾക്ക് ആരട്ടിക്ക് പോണുണ്ട്. ആ ഉമ്മ ചൊന്തുല, നന്റെ ജഡ് കണ്ണിൽ ഏത് കണ്ണ് എടുക്കണു ചൊന്നെങ്കിൽ ഞാൻ ഏത് കണ്ണിട്ട് ചൊല്ലട്ട്. ബലത്തെ കണ്ണിട്ട് എടുക്കുക സാധ്യമുണ്ടാ? എടത്തെ കണ്ണിട്ട് എടുക്കുക സാധ്യമുണ്ടാ? ഇല്ല. നക്ക് തന്റെ ജണ്ട് മക്ക തന്റെ ജണ്ട് കണ്ണു പോലെ നക്ക് ജണ്ടാലു ബേണു ചെന്നിട്ട് ഉമ്മ ചൊന്തു. ജഡ്ജിക്കും എന്തൊരു ആക്കടെ ചൊല്ലങ്കത്തെ ഒരു പിടിയില്ലേ. ലാസ്റ്റിಗೆ ജഡ്ജിക്ക് തീരുമാനം കൊടുക്കേണ്ടി ಬಂತು. 40 വർഷം നീ നോക്കിയല്ലേ, ഇനിയില്ല നാൾ ചെറിയവണ് നോക്കട്ട് ചെന്നിട്ട് ജഡ്ജി വിധി കൊടുത്തു. അങ്ങനെ വിധി പ്രಕಾರ ചെറിയ മോണ് ഉമ്മടെ വിളിച്ചോണ്ട് പോയാ വലിയവണ് കോർട്ടിൽ വെച്ചിട്ട് ബുൾപ്പിട്ടുള്ള ഒരു ചെറിയ കിടാവ് ബുൾപ്പിട്ട പോലെ അല്ലെ. ഒരു മനുഷ്യ ബുൾപ്പിടുമ്പോ തങ്ങനായിട്ടേക്കറ് എല്ലാ മനുഷ്യന്മാർ എത്ര വലിയ അർസത്തെ മുസുണ്ടായെങ്കും എത്ര വലിയ ക്രൂരമായ ഹൃദയത്തെ ആൽമാരായെങ്കും ഒരു വിഷയം ഞങ്ങൾക്ക് ഫീലിങ്സ് ആകുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ ചട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ബേജാറായിട്ട് ഒരു ചെറിയ മക്കളെ പോലെ ആയിട്ട് നിങ്ങൾ ബുൾപ്പിട്ടേ. അങ്ങനെ ആ മോണ് ബുൾപ്പിട്ടോണ്ടിരിക്കുമ്പോഴത്തോ ജഡ്ജ് കേട്ടോളൂ, നിങ്ങൾ എന്ത് ഈ നമ്മെ ബുൾപ്പിടുക കാരണം എന്തേ? ആ ജഡ്ജിനെ മുഖത്ത് നോക്കിയിട്ട് ഈ മനുഷ്യ ചൊന്തുല, നന്റെ സ്വർഗത്തെ ആയിട്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ. പരിശുദ്ധ സഹോദരന്മാരെ, ദുനിയാവ് നോക്കൂ, കേവലം ആപത്തും അനൈതികവും അസംബന്ധവും അശ്ലീലതവും ആർഭാടവും അധാർമികതയും അന്ധവിശ്വാസം മാത്രമല്ല, ദുനിയാവിലുള്ളേ ശ്ലീലതയും വിശ്വാസവും സംസ്കാരവും ഈ ദുനിയാവിലും വീണ്ടും നിലനിൽപ്പുണ്ടോ? മാത്രമാ അസംസ്കാരത്തെ എതിർ സംസ്കാരം ഇണ്ട് കാണാണ്ടായോണ്ടുണ്ടോ? അശ്ലീലത്തെ എതിർ ശ്ലീലയുണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടുണ്ടോ? അധാർമികത്തെ എതിർ ധാർമ്മികതയുണ്ട് ഇല്ലാണ്ടായോണ്ടുണ്ടോ? അതുകൊണ്ടായിട്ടിക്കറേ SKSM ഇണ്ട് ഗല്ലി ഗല്ലില് ഹല്ലില് ബീദി ബീദില് വേദിക്ക് കെട്ടിയോണ്ടോ ഇസ്ലാമികമായ ധാർമ്മിക വെളിച്ചത്തിക്ക്. സഹോദരന്മാരെ, നിങ്ങൾക്ക് ഇത് തുറന്ന വേദിക്കായിട്ടിക്കറ് നിങ്ങൾ പറൂ. ഇതിക്ക് നിങ്ങളെ സമ്പത്ത് കൊടുക്കണ്ട, നിങ്ങളെ സ്വത്ത് കൊടുക്കണ്ട, നിങ്ങളെ ബതുക്ക് കൊടുക്കണ്ട. ഇതിക്ക് നിങ്ങളെ ഇത് ഹൃദയത്തെ വിശ്വാസത്തെ ഭാഗം മാത്രം നിങ്ങൾ കൊടുത്തെങ്കുമേ നിങ്ങളെ വിശ്വാസത്തെ ചിട്ടപ്പെടുത്തുകോ, അചഞ്ചലമായ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയോ രോഗ ബർമ്പത്തുകോ ഇല്ല. നന്റെ രോഗത്തെ ಶಿಫಾಕ್ರವನು ನಂಡ ರಬ್ಬು ಮಾತ್ರ ಆಯ್ತಿಕ್ಕಡ. ಕಷ್ಟ ಬರ್ಮೊತ್ತಗೋ ನಂಡ ಕಷ್ಟಕ್ಕೆ ಸೊಲ್ಯೂಷನ್ ನಂಡ ರಬ್ಬರೊಟ್ಟಿಗೆ ಉಂಡೋ. ನಷ್ಟ ಬರ್ಮೊತ್ತಗೋ ನಂಡ ನಷ್ಟಕ್ಕೆ ಸೊಲ್ಯೂಷನ್ ನಂಡ ഖുർആനിലുണ്ടോ. ബേജാറാകുമൊത്തുകോ അക്ക് സമാധാന നക്ക് ദീനുൽ ഇസ്ലാമിലുണ്ടോ. ചൊന്നിട്ടുകോ ഒരു പെരിയ തെരുകാട്ടുകുല്ലങ്കത്തെ ഒരു സംഘടന ആയിട്ടിക്കറ് SKSM സലപ്പിടങ്ങ ഒരു ഭാഗത്തിൽ സ്റ്റേജ് കെട്ടുമ്പൊത്തുകോ ആ റായ അലർട്ടാവും. ഒരു റായ അലർട്ടവിടെ ഒരു സെലഫി സംഘടന ഒരു വേദിക്ക് കെട്ടുമ്പൊത്തുകായിട്ടിക്കറ്. അതായിട്ടിക്കറ് ഈ സംഘടനയുടെ വലിയ ഭാഗ്യ ചൊന്നെങ്കിൽ
ಈ ಸಂಘಟನೆಯ ಬೆಲಿಯ ಭಾಗ್ಯ ಚೊಂದಂಗೆ ಅದಾയിട്ടിക്കರೆ ഉടേ വെച്ചങ്കത്തെ കുർസു നൊറിയോണ അതല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾമാർ ലൈവ് വീഡിയോ നോക്കണ ചൊല്ലങ്കത്തെ പ്രതീക്ഷയില്ല. ആരെങ്കിലും ഒരു മനസ്സില്, ആരുടെങ്കിലും ഒരു ഹൃദയത്തില്, ആരെങ്കിലും ഒരു സഹോദരന്റെ കടുകരോധമായ ഹൃദയത്തില് ഒരു ബലിച്ച, ആരുടെങ്കിലും ഒരു വെളിച്ചം കൊണ്ട്, ആരുടെങ്കിലും ഈ പ്രഭാഷണ വേദി കൊണ്ടിട്ടോ ആരെങ്കിലും ഒരു ഹൃദയത്തിലെ ഒരു വെളിച്ചത്തെ ഒരു അംശം വന്നിട്ട് കണ്ടെങ്കിൽ അതായിട്ടിക്കരെ ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യ ചൊല്ലത്. അതിക്ക് ബേനായിട്ടായിട്ടിക്കരെ അല്ലാണ്ട് കണ്ടെങ്കിൽ ഈ സംഘടന വലിയ വേറൊന്നും പ്രതീക്ഷിച്ചോണ്ടില്ല, വേറൊന്നും ഈ സംഘടന പ്രതീക്ഷിക്കില്ല. ആരെങ്കിലും ഒരു ഹൃദയത്തില് ഈമാന്റെ ഒരു അംശ, ഒരു വെളിച്ച ഈ സംഘടന നടത്തിരങ്കത്തെ പ്രബോധന വേദി കൊണ്ടിട്ടോ അത് കടന്നു പോയിട്ട് കണ്ടെങ്കിൽ അതായിട്ടിക്കരെ ഈ സംഘടനയുടെ അഭിമാന, ഈ സംഘടനയുടെ സമാധാന. ಅದಕ್ಕೆ ಬೇನಾಟಾയിട്ടിക്കരെ ഈ സംഘടനയുടെ ആൾമാർ ആഹോരാത്രി പണിയെടുക്കണേ, സ്വരാക്കണേ, സംഘടനയുടെ പണിയെടുക്കണ ചൊന്നിട്ട് കണ്ടെങ്കിൽ ചില്ലറ വിഷയല്ല. ഇങ്ങനെ ഒരു കാര്യക്രമം സംഘടിപ്പിക്കണം ചൊന്നിട്ട് കണ്ടെങ്കിൽ ചില്ലറ വിഷയല്ല. ಇದಕ್ಕೆ സൗകര്യം വേണോ, ಇದಕ್ಕೆ വേണ സൗലത്ത് വേണോ, ഫൈനാൻഷ്യൽ സെറ്റപ്പ് വേണോ, എല്ലാം ത്യാഗാക്കിയിട്ട് ಇದಕ್ಕೆ വേണായിട്ട് സജ്ജമായിട്ടായിട്ടിക്കരെ ഈ സംഘടന മുന്നോട്ട് വന്നോണ്ടില്ലേ. അതുകൊണ്ടോ ഈ സംഘടന മുന്നോട്ട് വെച്ചോണ്ടില്ലങ്കത്തെ ആശയ ഒരൗത്തുലും ഒരബ്ബ ഒരു ഉമ്മ സ്വന്തം മക്കളുടെ വിഷയത്തില് ഉൾപ്പെടുകുത്തീര, ഒരൗത്തുലും ഒരു ഉമ്മ നന്റെ മോണ് തെരു തൊപ്പിയാ ചൊല്ലങ്കത്തെ ബേജാർ ഒരൗത്തുലിക്കൊകുത്തീര ചൊല്ലങ്കത്തെ വലിയ ഒരു ആശയായിട്ടിക്കര് ഒരൗത്തുലും ഒരബ്ബ ഉമ്മ ഞങ്ങളെ തങ്ങ സ്വന്തം മക്കളുടെ വിഷയത്തില് കഷ്ട അനുഭവിക്കുത്തീര, നഷ്ട അനുഭവിക്കുത്തീര, ബേജാർ അനുഭവിക്കുത്തീര ചൊല്ലങ്കത്തതായിട്ടിക്കര് ഒരിക്കലും ഒരേ ഒരു വിഷയം കൊണ്ടിട്ടോ ഞങ്ങളെ സമുദായ അല്ലാടെ മറന്നു പോണുകുത്തീര, അല്ലാടെ വിട്ടിട്ടോ ബാക്കിയുള്ളങ്കത്തെ ആൾ ദൈവമാരടുത്തേക്ക് ആൾ ദൈവമാരെ മുട്ടത്തേക്ക് ഞങ്ങളെ സമുദായത്തെ ആൾമാർ പോണുകുത്തീര. കഷ്ട ഉണ്ടാ, നഷ്ട ഉണ്ടാ, സുഖ ഉണ്ടാ, ദുഃഖ ഉണ്ടാ, ബേജാറുണ്ടാ, അല്ലരട്ടിക കൈയേത്തിട്ട് ദ്വാർക്കിടങ്കത്തെ ആൾമാരായിട്ട് ഞങ്ങളെ സമുദായത്തെ ആൾമാരാവണു ചൊല്ലങ്കത്ത് വലിയ ഒരു ആഗ്രഹമായിട്ടിക്കര് ഈ സംഘടനകളിലെ. അതുകൊണ്ടിട്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചമ്മ വിഷയ നാ ചൊല്ലില്ല, നാളെ നല്ലാവാ ചൊന്നിട്ടോ നീ ആരും വിചാരിക്കണ്ട. നാളെ നല്ലാവാ ചൊന്നിട്ട് വിചാരിച്ച് എത്രമാ ആൾമാർ, എത്രമാ സഹോദരന്മാർ, എത്രമാ ചങ്ങായിമാർ, എത്രമാ ഞങ്ങളൊട്ടിക ആറടി മണ്ണിലുള്ളത്. ഈ ആറടി മണ്ണ് ചൊല്ലത് ഞങ്ങൾക്കും എപ്പോഴും ഏത് സെക്കൻഡിലും ഏത് നിമിഷത്തിലും ഏത് അവസരത്തിലും ഞങ്ങൾ ആറടി മണ്ണുക പോണുകോ റെഡിയായോണ്ടുള്ള. അതുകൊണ്ടിട്ടോ ഇന്ന നാളെ നല്ലാവാ ചൊന്നങ്ങ എത്രമാ ആൾമാർ ആറടി മണ്ണിലുള്ളത്. അതുകൊണ്ടിട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനത്തെ ഉള്ള ഡിസിഷൻ വേണ്ട. ഇപ്പ ഈ സെക്കൻഡില് ഇല്ല അല്ലാ നാനാക്കിയോണ്ടുള്ളങ്കത്തെ ഒരുപാട് തപ്പുണ്ടോ, നിന്റെ ജീവിതത്തില് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടോ, ഞാൻ നിന്റെ രഹസ്യ ജീവിതത്തില് പരസ്യ ജീവിതത്തില് ഞാൻ ആർക്കും ഗൊന്താവത്തെ പോലെ ആർക്കും കാണാത്ത പോലെ ഞാൻ ഒരുപാട് പാപാക്കിയോണ്ടില്ല, ഞാൻ തിന്മയാക്കിയോണ്ടില്ല. നിന്റെ അബ്ബ ഉമ്മ നിനക്ക് വേണായിട്ട് കഷ്ടം നല്ല അനുഭവിച്ചിട്ട് നിന്റെ ദൂരത്തെ മെഡിക്കൽ കോളേജില് എഞ്ചിനീയറിംഗ് കോളേജില് ക്യാമ്പസിൽ പഠിക്കുക വേണായിട്ട് നിന്റെ അബ്ബ കെടുത്തിയോണ്ടുണ്ടോ, നിന്റെ ഉമ്മ കെടുത്തിയോണ്ടുണ്ടോ? അങ്ങക്ക് ഗൊന്തില്ലാത്ത പോലെ അനൈതികമായ സംബന്ധത്തില്, അശ്ലീലമായ ഇടപാടില്, അധാർമികമായ വിശ്വാസത്തില് ഞാൻ പോയോണ്ടില്ല. ഇതാർക്കും ഗൊന്തില്ല, എന്റെ ഔത്തങ്ക് ഗൊന്തില്ല, നക്ക് മാത്രം ഗൊന്തില്ല ചൊന്നിട്ടോ ഞങ്ങളെല്ലാരും വിചാരിച്ചോണ്ടുള്ള. ഇല്ല, നിങ്ങൾ ഔത്തങ്ക് ഗൊന്തില്ലെങ്കും, നിങ്ങൾ അബ്ബക്ക് ഗൊന്തില്ലെങ്കും, നിങ്ങളെ ഉമ്മക്ക് ഗൊന്തില്ലെങ്കും, നിങ്ങളെ കണ്ട നാടി നോക്കിയോണ്ടില്ലെങ്കത്തെ നിങ്ങളെ അള്ളാഹു ഗൊന്തുണ്ടോ. അതുകൊണ്ടോ നിങ്ങൾ ഇനി ബേജാറാവണ്ട. അള്ളാഹ് നോക്കിയോണ്ടിന്നെങ്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തണ്ട. നിങ്ങൾ അള്ളാഹൊട്ടിಗೆ മനസ്സ് തുറന്നിട്ട് വിശാലമായ മനസ്സില് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏതൊരു നേരത്തില് ഇൻസ്റ്റാഗ്രാമിന്റെ പിറകില് റീൽസ് നോക്കിയോണ്ടോ നിങ്ങളെ ടൈമിന്റെ വേസ്റ്റ് ആക്കിയോണ്ടുള്ളരാ. ഏതൊരു സ്നാപ്ചാറ്റില് സൗകര്യമായിട്ട് വിശാലമായിട്ട് നിങ്ങളെ സമയത്തെ നിങ്ങൾ ഇന്ന് നഷ്ടപ്പെടുത്തിയോണ്ടുള്ളരാ. ഏതൊരു സോഷ്യൽ മീഡിയത്തില് നിങ്ങളെ സമയത്തെ ഏതൊരു ടൈമിൽ നിങ്ങൾ ഇന്ന് നഷ്ടപ്പെടുത്തിയോണ്ടുള്ളരാ. ആ സമയത്തെ അല്ലാഹു ബേനായിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ എടുത്തു വെക്കറോ, എടുത്തു വെച്ചിട്ട് ജാവുടെ നട്ടപ്പാതിര ജാവത്തോ അല്ലാഹു ബേനായിട്ട് മനസ്സ് ഓപ്പൺ ആക്കിയിട്ട് അല്ലാ ഇന്നലെ തൊലനാണ് എന്റെ ജീവിതത്തില് ഒരുപാട് തപ്പാക്കിന്, ഒരുപാട് കഷ്ടാക്കിന്, ഒരുപാട് നഷ്ടാക്കിന്, ഒരുപാട് വേണ്ടാത്തതാക്കിന്. എന്റെ അബ്ബക്ക് ഗൊന്തില്ലാണ്ട്, എന്റെ ഉമ്മക്ക് ഗൊന്തില്ലാണ്ട്, എന്റെ രായത്തങ്ക് ഗൊന്തില്ലാണ്ട്, എന്റെ ആങ്ങൾക്ക് ഗൊന്തില്ലാണ്ട്, എന്റെ മാപ്പിളക്ക് ഗൊന്തില്ലാണ്ട്, എന്റെ പെഞ്ഞായിക്ക് ഗൊന്തില്ലാണ്ട് എന്റെ ജീവിതത്തില് ഞാൻ എന്തെല്ലാക്കിന അല്ലാ നീനക്ക് പുറത്തു താറപ്പേ. എന്റെ ജീവിതത്തെ നീ മാപ്പാക്കറപ്പേ. നല്ല മനസ്സില് നല്ല ദീനിയായ ബോധത്തില് അല്ലാഹുവേ നിന്റെ ഓർത്തുട്ടോ നിന്റെ നടപ്പാക്കിയോണ്ടോ നിനക്ക് ജീവനാക്കുകയോ ഒരു ജീവിത ഒരവസരത്തെ നീ നൽകി റബ്ബേ
ചൊന്നിട്ട് ആത്മാർത്ഥമായിട്ട് സഹോദരന്മാരെ ഹൃദയത്തെ തുറന്നിട്ട് മനസ്സ് തുറന്നിട്ട് അചഞ്ചലമായ വിശ്വാസത്തില് നന്റെ റബ്ബോ നക്ക് പൊറുക്കുട നക്ക് മാപ്പു തണ്ട നക്ക് ക്ഷമ തണ്ട ചൊല്ലങ്കത്തെ വിശ്വാസത്തില് അല്ലാഹുരൊട്ടിಗೆ തേടറോ അല്ലാഹുരൊട്ടിಗೆ ഇസ്തിഗ്ഫാർ ആക്കറോ അല്ലാഹുരൊട്ടിಗೆ പാപമോചന ആക്കറോ അതുകൊണ്ടിട്ടോ ജീവിതത്തെ ചിട്ടപ്പെടുത്തറോ ഇസ്ലാമികമായ ശൈലിയില് ജീവിതത്തെ മുന്നോട്ടെടുത്തു പോരോ നാണ് മുഹമ്മദ് നബിയുടെ അനുയായി ചെന്നിട്ടോ ഏതെങ്കിലും ഒരു നാല് തോരണ കെട്ടിയിട്ട് കൊടി പിടിച്ചിട്ട് റാലിയാക്കിയിട്ട് ജിന്ദാബാദി ആക്കിയത് കൊണ്ടിട്ടോ ഒരു പ്രവാചക സ്നേഹിയുമായിട്ട് ഒരു മുഹമ്മദ് നബിയുടെ അനുയായിയായിട്ട് ജീവിക്കുക നമുക്ക് സാധ്യമല്ല. ബദലായിട്ട് നന്റെ മുടി അതേ പ്രവാചകൻ ചെന്ന പോലെ മുടിയെടുത്തിട്ട് നന്റെ ഡ്രസ് നന്റെ നബി കാട്ടി തന്ന പോലെ ഡ്രസ് ഇട്ടിട്ട് നന്റെ മുണ്ടാട്ട ആൽമാർക്ക് നൊമ്പലാവാത്ത പോലെ നല്ല രീതിയിൽ മുണ്ടിയിട്ട് നന്റെ ഇടപാട് നല്ല രീതിയിൽ ആൽമാർക്കിടയിൽ ഇടപാട് കടത്തിയിട്ട് നന്റെ നബി എങ്ങനെ പഠിപ്പാട്ടിരാ അതുപോലെ നന്റെ ജീവിതത്തെ നാനാക്കര ചൊല്ലങ്കത്തെ തീരുമാനത്തുക്ക് എപ്പണങ്ങ ബണ്ടമാ എപ്പണങ്ങളെ ഹൃദയത്തുക്ക് അത് കൊണ്ട് ബണ്ടമാ അപ്പായിട്ടിക്കറ് യഥാർത്ഥമായ പ്രവാചക സ്നേഹിയായിട്ട് നിങ്ങൾക്ക് ജീവനാക്കുക സാധ്യ. അതുകൊണ്ടിട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണാ ചൊല്ലങ്കത്തെ സത്യത്തെ മറക്കണ്ട. അത് ആ മരണാ ചൊല്ലങ്കത്തെ സത്യ ഞങ്ങളെ മുട്ട കടന്നു പറഞ്ഞോ അത് നന്റെ 26 വയസ്സിന് ചൊന്നിട്ടോ മരണ നണ്ടിട്ടിക്ക് നണ്ടിൽ നിന്ന് ഒരിക്കലും ദൂരെ പോവല. ഇവിടെ നാനിന്റെ പ്രസംഗാക്കിയോണ്ടില്ല ചൊല്ലങ്കത്തെ ഒരു റീസൺ വെച്ചിട്ട് മരണ നന്റെ മുട്ടത്തെ ദൂരെ പോവല. ഞാൻ സ്പീച്ച് കാതോർത്തുണ്ടില്ല ചൊല്ലങ്കത്തെ ഒരു വിഷയം കൊണ്ടിട്ടോ മരണ ചൊല്ലങ്കത്തെ സത്യ ഞങ്ങളിൽ നിന്ന് ദൂരാവല. അതുകൊണ്ടിട്ടോ ഏത് സാഹചര്യത്തിലും ഏത് അവസരത്തിലും മരണ ചൊല്ലങ്കത്തെ സത്യ ഞങ്ങളെ മുന്നോട്ട് കടന്നു വരോ. ആ മരണ കടന്നു വന്നു ബണ്ടാട്ടി മുന്നോലോ നല്ല ഒരു മുഅ്മിനായിട്ട് നല്ല ഒരു മുത്തഖിയായിട്ട് നല്ല ഒരു മുഹീദായിട്ട് നല്ലൊരു മുസ്ലിമായിട്ട് പ്രിയപ്പെട്ടവ സഹോദരന്മാരെ പ്രിയപ്പെട്ട ബാപ്പമാരെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞങ്ങൾ ജീവനാക്കുക. ഞങ്ങളെ കുടുംബത്തിലെ അനേകായിരം പ്രോബ്ലംസ് ഇക്കോ ഞങ്ങളെ കുടുംബത്തിലെ ഒരുപാട് പ്രയാസങ്ങൾക്കോ അതെല്ലാം സൈഡ് വെക്കറോ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാപ്പ് കേട്ടിട്ട് പരസ്പരം ആ പ്രയാസങ്ങളെ ആ പ്രശ്നത്തെ എല്ലാം നിങ്ങമേ സൊല്യൂഷൻ ആക്കറോ. രാജ്യപഞ്ചായത്തിക്ക് 1000 ആൾമാരെ കൂട്ടിട്ട് ഞങ്ങളെ പ്രോബ്ലംസിനെ ഞങ്ങൾ ഇഷ്യൂ ആക്കുക നോക്കണ്ട. ഞങ്ങളെ രാജ്യപഞ്ചായത്തിക്ക് വേറെ ഉണ്ടോ അല്ലാഹുരട്ടിಗೆ ഒരു രാജ്യപഞ്ചായത്തിക്ക് ആക്കുകില്ല. അതുകൊണ്ടിട്ടോ ആ രാജ്യപഞ്ചായത്തിയുടെ വിഷയത്തില് ഓർത്തിട്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജീവനെ മുന്നോട്ട് പോവാ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ വിഷയം നിങ്ങളെ സൂചിപ്പിക്കുകയില്ലേ ഇൻഷാ അല്ലാഹ്. SKSM ചൊല്ലങ്കത്തെ മഹാസംഘടന ഈ സംഘടനയുടെ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടുള്ളങ്കത്തെ ഒരുപാട് സഹോദരന്മാരുള്ള അങ്ങനെട്ട് നിങ്ങൾക്ക് ചിരിക്കുക മാത്രമേ ഉള്ളേ. ചൊന്നേണ്ടെങ്കിൽ ആ ചിരി ആ പുഞ്ചിരി സുന്നത്തായിട്ടിക്കറ് ആ പുഞ്ചിരിയോട് കൂടി മാത്രമേ ഈ സംഘടനയെ ഡോങ്കിയാക്രങ്ങളിട്ടിಗೆ ഈ സംഘടനയുടെ അപവാദ ഇടങ്ങളിട്ടിಗೆ നിങ്ങൾക്ക് ചൊല്ലുകയില്ലേ. ഈ സംഘടന ഇതിലെ ദർശന ഇതൊരു ദാർശനികമായ മാർഗദർശന ഉണ്ടോ ഈ സംഘടനയ്ക്ക് ഒരു ആദർശമുണ്ടോ ആദർശത്തില് ഈ സംഘടന എന്ത് കഷ്ടബന്ധെങ്കും എന്ത് നഷ്ടബന്ധെങ്കും എത്ര ആളെ ഇതൊക്കെ ഡോങ്കിയാക്കിയെങ്കും ആര് ഇതൊക്കെ എതിർ പ്രവർത്തിച്ചേണ്ട കണ്ടെങ്കും ഇതിലെ ആദർശ വീതിയില് സജീവമായിട്ട് ഈ സംഘടന മുന്നോട്ട് പോവൂ ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാരും ആത്മാർത്ഥമായിട്ട് ഈ സംഘടനയ്ക്ക് വേണമായിട്ട് പ്രാർത്ഥന ആക്കൂ ഇൻഷാ അല്ലാഹ്. ഈ SKSM ചൊല്ലങ്കത്തെ മഹാസംഘടനയുടെ യുവജന പ്രസ്ഥാന ഇൻഷാ അല്ലാഹ് എല്ലാം ഡ്രഗ്സ് മുക്തമായിട്ട് ഡ്രഗ്സ് വിരുദ്ധമായിട്ട് കുടുംബത്തുള്ളങ്കത്തെ ചില്ലറ അതുപോലെ ഈ തൊലാക്ക് ഡൈവേഴ്സ് ചൊല്ലങ്കത്തെ വിഷയത്തില് ഇതൊക്കെല്ലാം പരിഹാരമായിട്ട് സമുദായത്തിൽ തിരുത്തപ്പിയോണ്ടുള്ളങ്കത്തെ പെൺമക്ക സമുദായത്തിൽ തിരുത്തപ്പിയോണ്ടുള്ളങ്കത്തെ ബാലക്കാർ അതുപോലെ ഖുർആന്റെ വിട്ടുപോയോണ്ടുള്ളങ്കത്തെ ഞങ്ങളെ സമുദായ ഇതിലെല്ലാം ഒരു മാനദണ്ഡമാക്കിയിട്ട് അങ്കൊരു വെളിച്ച കാട്ടുകൂ അങ്കൊരു വേർ കാട്ടുകേനായിട്ട് SKSM യൂത്ത് വിംഗ് യുവജന പ്രസ്ഥാന യുവജന സംഘടന ഒരു വലിയ ഒരു കാര്യക്രമ വലിയ ഒരു ക്യാമ്പയിൻ ഇൻഷാ അല്ലാഹ് 4 തിങ്കൾ നീണ്ടു നിൽക്കണക്കത്തെ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിനുമായിട്ട് ഞങ്ങളെ ബാലക്കാർ ഞങ്ങളെ സഹോദരന്മാർ എല്ലാ ഹല്ലിങ്ങും ഗല്ലിഗും എല്ലാ മഹല്ല കുടുംബ സംഗമമായിട്ട് നിങ്ങളൊട്ടിಗೆ കടന്നു ബണ്ടാർ ഇൻഷാ അല്ലാഹ്. ഉസ്ര ചൊല്ലങ്കത്തെ the sweetness of togetherness ചൊല്ലങ്കത്തെ ഒരു അണ്ടർലൈനിൽ മധുരമേ
നേരിയ ഒരുമിച്ച് കൂടൽ ചൊല്ലങ്കത്തെ വലിയ ഒരു തലക്കെട്ടില് ഈ ഒരു യുവജന സംഘടന നിങ്ങളെ രാജ്യത്തേക്ക് കടന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സ്വീകരിക്കണോ, നിങ്ങൾ ഏറ്റെടുക്കണോ, ഈ യുവജന പ്രസ്ഥാനത്തെ നിങ്ങളെ നെഞ്ഞില് നിങ്ങൾ ചേർത്ത് പിടിക്കണോ. ചേർത്ത് പിടിച്ചിട്ട് ഈ ബാലക്കാർക്ക് ഈ തൗഹീദി ആശയ ആദർശത്തിൽ മുന്നോട്ട് പോണുകോ നിങ്ങളെല്ലാരും അവസര അവകാശങ്ങൾ കൊടുക്കണോ ചെന്നിട്ടോ നിങ്ങളിട്ട് എല്ലാരട്ടിക്കും ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു കാര്യക്രമത്തിന് പേനായിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തങ്കത്തെ ഒരുപാട് സഹോദരന്മാരുള്ളത് അള്ളാഹു അങ്കെല്ലാവർക്കും അതിലെ സവാബ്, അതിലെ ഖൈർ, അതിലെ പ്രതിഫല അള്ളാഹുവേ നീ നൽകണേ റഹ്മാനെ. ഈ സംഘടനയുടെ തെരുവിൽ നടന്നങ്കത്തെ ഞങ്ങൾക്ക് തെരുകാറ്റങ്കത്തെ ഒരുപാട് ഹിരിയന്മാർ ഉണ്ട്. എത്രമാ ഹിരിയന്മാർ, ഒരുപാട് ഹിരിയന്മാർ ഇന്ന് മരണപ്പെട്ടു പോയത് അള്ളാഹുവേ അങ്ങനെ ബർസക്കി ജീവിതം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഈ ആദർശ തെരുകാറ്റങ്കത്തെ ഞങ്ങളെ നേതാക്കന്മാർ, ഞങ്ങളുടെ സഹോദരന്മാർക്ക്, ഞങ്ങളെ പ്രബോധകന്മാർക്ക് അല്ലാഹുവേ നീ ആരോഗ്യത്തോടുള്ള ആഫിയത്തും ദീർഘായുസ്സും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ കാര്യക്രമത്തില് നീ ഞങ്ങൾക്ക് സൗഭാഗ്യവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ കാര്യക്രമത്തെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ ബ്രദർ നൗഫൽ കൊക്കട.